ശരിയാണ്. ഒരു ഒരു പോലീസ് ഓഫീസർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ, ഒരു ക്രൈം ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ ആ ജോണർ അറ്റ്ലീസ്റ്റ് കുറച്ച് കാലത്തേക്കെങ്കിലും എനിക്ക് ബോറടിച്ച് തുടങ്ങേണ്ട സമയമായി. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇവിടെ എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കുറച്ച് കാരണങ്ങളാണ്. ഇത് ഒരു ഒരു ക്രൈം ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ പല ലെയറുകളാണെങ്കിലും ബേസിക്കലി ഇറ്റ്സ് എ ഫിലിം അബൌട്ട് ത്രീ പീപ്പിൾ. മൂന്ന് ആൾക്കാരും അവരുടെ മൂന്ന് പേരുടെയും ലൈഫ്സ് എങ്ങനെയാണ് അവരറിഞ്ഞും അറിയാതെയും ക്രിസ് ക്രോസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ലെയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഈ വരുൺ ബ്ലേക്ക് എന്ന് പറയുന്ന ആൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോലീസ് ഓഫീസർ എന്ന് പറയുന്ന ഒരു ഒറ്റ വരിയിൽ ഒതുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറല്ല. അതൊക്കെ ഒരുപാട് ഡയമെൻഷൻസും, അഗെയിൻ റിപ്പീറ്റിംഗ് മൈസെൽഫ്, ഒരുപാട് കോൺഫ്ലിക്ട്സും, ഈ കോൺഫ്ലിക്ട്സിനൊക്കെ ഒരു റെസൊല്യൂഷൻ കണ്ടെത്താനാകാത്തതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ക്യാരി ചെയ്യുന്ന ഒരാളാണ്. സോ ഫോർ മീ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് വേഷങ്ങളിലും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ക്രൈം ത്രില്ലറുകളിലും ഞാൻ കാണുകയും കേൾക്കുകയും അഭിനയിക്കുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പ്രേക്ഷകർക്കും അതങ്ങനെ ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.